നമസ്കാരം. അങ്ങനെ 22 വർഷത്തെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. ഇതാ ആഴ്സണൽ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിരിക്കുന്നു. പലപ്പോഴും ബോട്ട്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കളിയാക്കാറുണ്ട്. സീസണിൻ്റെ അവസാനത്തിൽ അവർക്ക് കാലിടറുന്നതാണ് അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമെങ്കിൽ ഇത്തവണ കാലിടറിയില്ല. അവരെക്കാൾ കാലിടറി മാഞ്ചസ്റ്റർ സിറ്റിക്ക്. സിറ്റി ഇന്നലെ ബേൺമൗത്തിനോട് 1-1 സമനിലയിൽ കുരുക്കിയതോടെ ആഴ്സണൽ കിരീടം ഉറപ്പാക്കുകയായിരുന്നു. ബേൺമൗത്തിന് വേണ്ടി ഇന്നലെ എലി ജൂനിയർ ക്രൂപ്പി ഗോളടിച്ചു 38-ാമത്തെ മിനിറ്റിൽ. എന്നാൽ അവസാന ഘട്ടത്തിൽ ഏർലിംഗ് ഹാലൻഡിൻ്റെ ഗോള് മത്സരം സമനിലയാക്കി. പക്ഷെ അത് മതിയാവുമായിരുന്നില്ല സിറ്റിക്ക് ഈ ഒരു ടൈറ്റിൽ റേസ് അവസാന മാച്ച് ഡേയിലേക്ക് കൊണ്ടുപോകാൻ. കഴിഞ്ഞ ദിവസം ആഴ്സണൽ ബേൺലിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിരുന്നു. ഇപ്പോൾ സിറ്റി 1-1 സമനില എന്ന രൂപത്തിലായതോടുകൂടി പോയിൻ്റ് അന്തരം വളരെ കൃത്യമായി. അതായത് 78 പോയിൻ്റാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക്, ആഴ്സണൽ 82 പോയിൻ്റായി. 4 പോയിൻ്റ് ഡിഫറൻസ്. ഇനിയിപ്പോൾ അവസാന കളിയിൽ ആഴ്സണൽ തോറ്റാലും സിറ്റി ജയിച്ചാലും ഇത് മറികടക്കാൻ കഴിയില്ല. അതോടുകൂടി ഇതാ ആഴ്സണൽ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടിയിരിക്കുന്നു. നീണ്ട കാത്തിരിപ്പാണ്, 2 പതിറ്റാണ്ടിലധികമായുള്ള കാത്തിരിപ്പാണ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒടുവിൽ മൈക്കൽ ആർട്ടറ്റയുടെ സംഘം അവർ ഏറെ ആഗ്രഹിച്ച ആ കിരീടം തന്നെ അങ്ങ് സ്വന്തമാക്കി. ടീം ഇന്നലെ ഒത്തൊരുമിച്ച് കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന മനോഹരമായ കാഴ്ച. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.